ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്നറിയോ? ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇപ്പം ഞാനുള്ളത് നമ്മുടെ കൊച്ചി എയർപോർട്ടിലാണ്. നമ്മളെവിടേക്ക് പോകുന്നത്? വൺ ഓഫ് മൈ ഫേവറേറ്റ് സിറ്റിയിലേക്ക്, മുംബൈ. നമ്മൾ ആക്ച്വലി മുംബൈയിലായിരുന്നു നേരത്തെ. ആഫ്റ്റർ കൊറോണയാണ്, കുഞ്ഞുണ്ടായ ശേഷം ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ഇടയ്ക്ക് പോകാറുണ്ട്, പക്ഷെ ഇപ്പോൾ അത് 3 years ആയി പോയിട്ട്. അപ്പോൾ ബാക്ക് ടു മൈ സ്വീറ്റ് ഹോം. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഞാൻ വീട് കാണിച്ചു തരാം. അപ്പോൾ കുറേ നാളായല്ലോ പോയിട്ട്. അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. ഏതും എല്ലാവരും ഉണ്ട്, ഏതുകൊണ്ട് ചേട്ടനുണ്ട്. സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞ് ഗേറ്റിലേക്ക് നടക്കുമ്പോഴാണ് നമ്മൾ പറക്കാട് ജ്വല്ലേഴ്സിൻ്റെ 1 gram ഗോൾഡിൻ്റെ കുറച്ച് ഐഡൽസ് കാണുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇത് കാണാൻ. എല്ലാവർക്കും ഇഡ്ഡലിയാണോ? ഉപ്മ ഇല്ല അല്ലേ? ഉപ്മ ഇല്ല. ചായ വേണം. ചോദിക്കാം. ഫുഡൊക്കെ കഴിച്ചൊരു പകുതി ആയപ്പോഴാണ് ഗേറ്റിൽ നിന്നൊരു കോള് വരുന്നത്. ബോർഡിങ് ഓൾറെഡി ക്ലോസ് ചെയ്തു, ഒരു 3 minutes വന്നാൽ ഫ്ലൈറ്റ് ടിക്കറ്റാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് അവിടെ വെച്ചിട്ട് ശടപടയെന്ന് ഫ്ലൈറ്റ് കയറി. എന്തൊരു ഭംഗിയല്ലേ ഈ വ്യൂ കാണാൻ. ഇന്നലെ നമ്മൾ അധികം ഉറങ്ങിയിട്ടില്ല, കാരണം പാക്കിംഗ് ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് ഗസ്റ്റ് ഉണ്ടായിരുന്നു വീട്ടിൽ. അതുകൊണ്ട് ഉറക്കമില്ലാത്ത കാരണം ഫ്ലൈറ്റ് കയറി ഉടനെ 3 പേരും കൂർക്കം വലിച്ചെന്നുറങ്ങി. അങ്ങനെ നമ്മൾ ബോംബെയിൽ ലാൻഡ് ചെയ്തു. ഇത് നവി മുംബൈ എയർപോർട്ടിലാണ് ലാൻഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. എടുത്തു. ഞാൻ ഈ 25th തന്നെ ടിക്കറ്റ് എടുക്കാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ ക്രിസ്മസ് അല്ല, അപ്പോൾ എന്തെങ്കിലും ഒരു ഡെക്കറേഷൻസോ അങ്ങനെയൊക്കെ എയർപോർട്ടിൽ കാണുമെന്ന് വിചാരിച്ചിട്ടാണ്. അതൊരു ഏതോന് കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് ആയിക്കോട്ടെ, മെമ്മറബിൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. പുതിയ എയർപോർട്ട് ആയതുകൊണ്ട് തന്നെ പണികളെല്ലാം ശരിക്കും കഴിഞ്ഞിട്ടൊന്നുമില്ല. അവിടെ കുറച്ച് ലീക്കേജും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് ഇങ്ങനെ ഡേർട്ടി ആയിട്ടൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു പുതിയതായിട്ടും ഇതെന്താ ഇത്രയും നീറ്റ് അല്ലാതെ കിടക്കുന്നത്. പക്ഷെ നമ്മൾ പുറത്തിറങ്ങിയപ്പോഴാണ് അറിഞ്ഞത് ഇന്നാണിത് ഓപ്പൺ ആയിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ഫ്ലൈറ്റിനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഗിഫ്റ്റാണ് ഈ സ്റ്റാഫൊക്കെ നമുക്ക് തരുന്നത്. അപ്പോൾ നമ്മൾ ഈ ലഗേജൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോൾ അവിടെ വലിയൊരു ക്യൂ. എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഫ്ലയർ ആണല്ലോ നവി മുംബൈ എയർപോർട്ടിൻ്റെ. അപ്പോൾ ഫസ്റ്റ് ഫ്ലയറിന് വിത്ത് ഫോട്ടോ ഒരു സർട്ടിഫിക്കറ്റ് തരുന്നുണ്ട് അവർ. പക്ഷെ അത് വലിയ ക്യൂ ഒക്കെ ആയതുകൊണ്ട് നമ്മൾ പിന്നെ അത് നോക്കിയില്ല, നമ്മൾ പെട്ടെന്ന് ഇറങ്ങി. പുറത്തിറങ്ങുമ്പോൾ കുറച്ച് ചാനലുകാരൊക്കെ ഉണ്ടായിരുന്നു, ഹിന്ദി ചാനൽസാണ്. പുതിയ എയർപോർട്ട് എങ്ങനെയുണ്ട്, ഫ്ലൈറ്റ് എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും അങ്ങനെ ഭയങ്കര ലുക്ക് വൈസോ ഫെസിലിറ്റി വൈസോ ഭയങ്കര ഡിഫറെൻറ്റ്, ഭയങ്കര അടിപൊളി അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു കാര്യം മാത്രം മനസ്സിലായി, ആദ്യത്തെ ദിവസം ആയതുകൊണ്ടായിരിക്കും അവിടെയുള്ള സ്റ്റാഫുകൾക്കൊന്നും ഓരോ കാര്യങ്ങൾ എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ ഒരു ഐഡിയ ഇല്ല.
വാഷ്റൂം എവിടെയാണെന്നറിയില്ല, കോഫി ഷോപ്പ് ഉണ്ടോയെന്നറിയില്ല, കോഫി ഷോപ്പ് എവിടെയാണെന്നറിയില്ല. അങ്ങനെ നമ്മൾ നടന്നൊരു അടിപൊളി കോഫി ഷോപ്പ് കണ്ടുപിടിച്ചു. നോക്കി എന്ത് രസമാണ് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട്. പക്ഷെ അവിടെ ചെന്ന് കോഫി ചോദിച്ചപ്പോൾ പറഞ്ഞു കറണ്ട് ഇല്ല, കറണ്ട് വന്നും പോയി നിൽക്കുകയാണ്, അതുകൊണ്ട് കോഫി ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങനെ നടന്ന് വേറൊരു കോഫി ഷോപ്പ് കണ്ടുപിടിച്ചു, ടിം ഹോർട്ടൺസ് എന്ന് പറഞ്ഞിട്ട്. അവിടെ നിന്ന് കോഫി കുടിക്കാൻ വേണ്ടി നമ്മൾ ഓർഡർ ചെയ്തിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ വേദുക്കുട്ടന് കിട്ടിയ ഗിഫ്റ്റ് ബോക്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം. നമ്മളത് കേക്കായിരിക്കും എന്നാണ് വിചാരിച്ചത്, പക്ഷേ 3 ബോക്സിലും ചോക്ലേറ്റ്സ് ആയിരുന്നു. അതുകൊണ്ട് വേദു നല്ല ഹാപ്പിയായി. ഇപ്പം മര്യാദക്ക് കഴിക്കാം അല്ലേ? രാവിലത്തെ ഫുഡ് ശരിയായില്ലല്ലോ, ഹറിബറി ആയിട്ട്. നമ്മളിപ്പോ എങ്ങോട്ടാ പോന്നെ? ഫുഡ് കഴിക്കുക. ബീച്ചിൽ ഈവനിങ് അല്ലേ പോകുന്നത്? ബീച്ചിൽ നമ്മളൊരു 5 o'clock. അതിനുമ്പോ നമുക്ക് നമ്മുടെ വീട്ടിൽ പോട്ടെ, ബോംബെ വീട്ടിൽ പോട്ടെ. ഇത് കടലാണോ ഇതിന്റെ താഴെ? അടൽ സേതു കടലിന്റെ ഉള്ളിലേക്കോ? അടൽ ബിഹാരി വാജ്പേയിയുടെ പേരല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ പരിപാടി തന്നെ ഏട്ടാ, വീട്ടിൽ പോലെ ബീച്ച് ഫോർ വേദു, ബാന്ദ്ര ഷോപ്പിംഗ് ഫോർ അമ്മ, ഒബ്രോയ് ഷോപ്പിംഗ്. അപ്പൊ നമുക്ക് ദൂരം ഉണ്ടായിരുന്നു അല്ലേ? ഇവിടെ എടുത്തിരുന്നെങ്കിലും ദൂരം ഉണ്ടായിരുന്നു. കൊറേ നാളായി ഇവിടുത്തെ ദാൽ കൂട്ടിട്ടല്ലേ. വേദു പാടാ.
അങ്ങനെ ഇന്നത്തെ കറക്കം മതിയാക്കി ഞങ്ങൾ തിരിച്ചു പോവാണ്. ഞാൻ വീട്ടിൽ പോയിരുന്നു, പക്ഷേ ആസ് യൂഷ്വൽ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ വീട് ഇനി വേറൊരു ദിവസം കാണിച്ചു തരാം.